വൃഷഭാവതാരം. പാലാഴി മഥന സമയത്ത് മഹാവിഷ്ണു സുന്ദരികളായ സ്ത്രീകളുടെ മായാരൂപം സൃഷ്ടിച്ച് എല്ലാ അസുരന്മാരെയും കബളിപ്പിച്ചു. അസുരന്മാർ ഈ മോഹന സുന്ദരികളെ അവരുടെ വാസസ്ഥലത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ദേവന്മാർ കൈക്കലാക്കിയ അമൃതകുംഭം സ്വന്തമാക്കാൻ അവർ യുദ്ധത്തിനൊരുങ്ങി. യുദ്ധത്തിൽ പരാജിതരായ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ വിഷ്ണു ഭഗവാൻ പാതാള ലോകത്തെത്തുകയും ഭഗവാൻ അസുരലോകത്തെ മായയിൽ അകപ്പെട്ട് അസുരലോകത്തേക്ക് കൊണ്ടുവന്ന സുന്ദരികളിൽ അസുര സ്വഭാവമുള്ള വിഷ്ണുപുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇവർ ദേവലോകത്തിന് ഭീഷണിയാണ്. വിനാശകാരികളായ പുത്രന്മാരെ കൊന്നൊടുക്കാനും വിഷ്ണുവിനെ മായയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും മഹാദേവൻ വൃഷഭാവതാരമെടുത്തു. പുത്രന്മാരെ വധിച്ചതിൽ കോപം പൂണ്ട വിഷ്ണു ഭഗവാൻ വൃഷഭത്തോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. തത്സമയം ഇത് മഹാദേവന്റെ അവതാരമാണെന്ന് തിരിച്ചറിയുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും മഹാദേവനെ സ്തുതിക്കുകയും ചെയ്യുന്നു.